ക്ലാസ്സിൽ അസിൻക്രണസ് കൗണ്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ അസിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് കൗണ്ടേഴ്സിൻ്റെ ഒൺ കാറ്റഗറിയാണ്. കൗണ്ടേഴ്സ് ദർ ആർ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സിൻക്രണസ് കൗണ്ടറും ഉണ്ട്, ഒന്ന് അസിൻക്രണസ് കൗണ്ടറും ഉണ്ട്. സിൻക്രണസ് കൗണ്ടർ എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അതായത് ക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടോ, എത്ര ബിറ്റ് കൗണ്ടറാണോ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് അവിടെ ഉണ്ടായിരിക്കണം. 3 ബിറ്റ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടായിരിക്കണം. 4 ബിറ്റ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള കൗണ്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടോ ആ ഫ്ലിപ്പ് ഫ്ലോപ്സിനെല്ലാം ഒരു സെയിം ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ പറയും സിൻക്രണസ് കൗണ്ടർ എന്നും. ഇനി ഈ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലി ഒരു ക്ലോക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിനെ സെപ്പറേറ്റ് ക്ലോക്ക്, അനദർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ക്ലോക്കായിട്ട് കൊടുക്കുന്നു, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലോക്ക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും അസിൻക്രണസ് കൗണ്ടർ എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അസിൻക്രണസ് കൗണ്ടറാണ്. അപ്പോൾ അസിൻക്രണസ് കൗണ്ടർ എന്ന് അതിനെ നമ്മൾ റിപ്പിൾ കൗണ്ടർ എന്നും പറയും. നമ്മളിവിടെ എക്സാമ്പിളായിട്ട് ഒരു 2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ എന്ന് പറയുമ്പോൾ അവിടെ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് വേണ്ടത്. നമ്മൾ കൗണ്ടേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നും ഇതിനെ പറയും. ഓക്കെ, 2 ബിറ്റ് കൗണ്ടറാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? 2 ഫ്ലിപ്പ് ഫ്ലോപ്സ്. 2 ബിറ്റ് കൗണ്ടറിന് 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ നീഡഡ് ആണ്. ദെൻ ഇവിടെ അസിൻക്രണസ് കൗണ്ടറാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്ന ക്ലോക്ക് എന്ന് പറയുന്ന ഈ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഡിഫറെൻറ്റ് ക്ലോക്കാണ് അവിടെ കൊടുക്കേണ്ടത്. ഡിഫറെൻറ്റ് ക്ലോക്ക് പൾസ് ആണ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കൊടുക്കേണ്ടത്. ഡിഫറെൻറ്റ് ക്ലോക്ക് സിഗ്നലാണ്. സിഗ്നൽ ഫോർ ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഡിഫറെൻറ്റ് ക്ലോക്ക് പൾസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊന്ന് ഡിസൈൻ ചെയ്യാം. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രാം നമുക്കൊന്ന് വരയ്ക്കാം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്റ്റാങ്കിൾ വരച്ചു. അടുത്ത റെക്റ്റാങ്കിൾ. ദിസ് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എ. ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻപുട്ട് ഓഫ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു ടി എ എന്ന്. അതിൻ്റെ ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ക്യു എ എന്ന്. ദെൻ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എഫ് എഫ് ബി എന്ന്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി അതിൻ്റെ ഇൻപുട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ടി ബി എന്ന്. അതിൻ്റെ ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ക്യൂ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇവർ തമ്മിലുള്ള കണക്ഷൻ ഇനി എങ്ങനെയെന്ന് നോക്കാം. നമുക്കറിയാം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്ററിൽ കണ്ട പോലെ ഇൻപുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. നമ്മൾ വൺസ് ഒരു ഇൻപുട്ട് കൊടുത്തിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്ത് 0 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എത്ര ബിറ്റാണോ, ഇപ്പോൾ 3 ബിറ്റാണെന്നുണ്ടെങ്കിൽ അപ് ടു 7 വരെ കൗണ്ട് ചെയ്യും, അല്ലെ 6 7 വരെ. ഇപ്പോൾ ഒരു 2 ബിറ്റ് ആയിരുന്നെങ്കിൽ 0 1 2 വരെ കൗണ്ട് ചെയ്യത്തുള്ളൂ. 1 ബിറ്റ് ആയിരുന്നെങ്കിൽ 0യും 1ഉം മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ, 1 ബിറ്റ് ആയിരുന്നുവെങ്കിൽ. ഓക്കെ, അപ്പം നമ്മളിവിടെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഒരു ഇൻപുട്ട് മാത്രം കൊടുക്കും. അവിടെ കൊടുക്കുന്ന ഇവിടെ ക്ലോക്ക് പൾസിനാണ് ഇമ്പോർട്ടൻസ്. ക്ലോക്ക് എന്താണോ കൊടുക്കുന്നത്, ക്ലോക്കിൻ്റെ പ്രസൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ആബ്സെൻസ് വരുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണോ, പ്രസൻസിൽ വർക്ക് ചെയ്യണം എന്നാണോ ആബ്സെൻസിൽ വർക്ക് ചെയ്യണം എന്നാണോ, ആ പ്രസൻസ് ഓർ ആബ്സെൻസിൽ മാത്രം ഇൻപുട്ടിനനുസരിച്ച് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇങ്ങനെ ടോഗിൾ ചെയ്തുകൊണ്ടിരുന്ന് നമ്മുടെ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ, കൗണ്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് കൗണ്ടർ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. 0 1 2 3 4 5 ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ബൈനറിയിലാണ് കൗണ്ട് ചെയ്യുന്നത്. ഞാൻ ഡെസിമൽ നമ്പറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടി എന്ന് പറയുന്ന ഇൻപുട്ട് രണ്ടിലും പോകുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇൻപുട്ടാണ്. ദാറ്റ് ഈസ് ഓൾവേസ് നമ്മൾ 1 ആയിരിക്കും ചിലപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോഗിൾ ചെയ്യുന്നത് 1 വരുമ്പോഴാണ് ടോഗിൾ ആവുന്നത്, അല്ലേ. 0 വരുമ്പോൾ ടോഗിൾ ചെയ്യത്തില്ല. ഹോൾഡ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് തരുന്നത്. 1 കൊടുക്കുമ്പോഴാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നു, നമുക്ക് ഒരു ക്ലോക്ക് കൊടുക്കണം. അസിൻക്രണസ് കൗണ്ടർ ആകുമ്പോൾ ക്ലോക്ക് ഇൻഡിവിജ്വലിയാണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് എടുത്ത് നമ്മൾ ക്ലോക്കായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് കണക്കിനി 3 ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരുന്നുവെങ്കിൽ, 3 ബിറ്റ് കൗണ്ടർ ആയിരുന്നുവെങ്കിൽ മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ക്യൂ ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കും എടുത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ 2 ബിറ്റാണ് എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുക്കുന്ന ക്ലോക്കിന് ഏത് ക്ലോക്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് റൺ ആവണം, അല്ലെങ്കിൽ അതായത് ക്ലോക്കിൻ്റെ ആബ്സെൻസിൽ, അതായത് നെഗറ്റീവ് ആബ്സെൻസ് മീൻസ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ്
നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്ലോക്കിൻ്റെ നെഗറ്റീവ് പൾസ് വരുമ്പോഴാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആവുന്നത്, ആക്റ്റീവ് ആവുന്നത്. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിലൊക്കെ പോസിറ്റീവ് പൾസ് വരുമ്പോഴാണ് ഇത് ഓപ്പറേറ്റ് ആവുന്നത്. ഇവിടെ നമ്മൾ ഈ നെഗറ്റീവ് ഒരു ലോ വരുമ്പോഴാണ് നമ്മളവിടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് കൗണ്ടിങ് അവിടെ നടക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ ക്ലോക്ക് നെഗറ്റീവ് പൾസ് വരുമ്പോൾ, നെഗറ്റീവിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ലോ വരുമ്പോഴാണ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആവുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി അതായത് പോസിറ്റീവ് എഡ്ജ് ഓഫ് ദ സൈക്കിളിൻ്റെ ടൈമിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് അൺഎഫക്റ്റഡ് ആയിരിക്കും, അതായത് ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് എഡ്ജ് ടൈമിൽ ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പറയാനായിട്ട് ഞാൻ ട്രൂത്ത് ടേബിൾ പോലെ ഒരു കാര്യങ്ങൾ ഞാൻ ഓരോ കോളം വൈസ് റെപ്രസെൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നു, ദെൻ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടായ ക്യു എയും ഫസ്റ്റ് ഞാൻ ക്യു ബി റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ക്യു എ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് 0 1 0 1 0 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ക്യു എ, ഇവിടെ ക്യു ബി, ഇവിടെ ക്യു എ. ദെൻ സ്റ്റേറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന് വേണ്ടി സ്റ്റേറ്റ് നമ്പർ, ദെൻ ഡെസിമൽ കൗണ്ടർ ഔട്ട്പുട്ട്. ഓക്കെ, ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനിഷ്യലി അതിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ക്യു ബിയിലും ക്യു എയിലും നമ്മൾ 0 സെറ്റ് ചെയ്തിരിക്കുകയാണ്, റീസെറ്റ് കണ്ടീഷനിലിരിക്കുകയാണ്. ദാറ്റ് ഈസ് സ്റ്റേറ്റ് നമ്പർ 0 ആണ്. അവിടെ സ്റ്റേറ്റ് ഒന്നും തുടങ്ങിയില്ല. സോ അവിടെ കൗണ്ടറും ഡെസിമൽ കൗണ്ടറും 0 ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, 0 ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്ലോക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഫസ്റ്റ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് ക്ലോക്കിൽ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് ക്ലോക്ക് പൾസ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു നെഗറ്റീവ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഈ ടി എന്ന് പറയുന്നത് ഞാൻ 1 ആക്കിയാണ്. 1 ആണെങ്കിൽ ഓൾവേസ് 1 സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ക്ലോക്കിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി എ 1 കൊടുത്തേക്കുക. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് സംഭവിക്കും? ഇത് ടോഗിൾ ചെയ്യും. ക്യു എയിൽ എന്ത് വാല്യൂ ആണോ ഇരുന്നത് അതിനെ ടോഗിൾ ചെയ്യും. അതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ക്യു എയിൽ നമുക്കറിയാം നേരത്തെ എന്തായിരുന്നു, 0 ആയിരുന്നു. അപ്പോൾ ടോഗിൾ ചെയ്ത് എന്തായി? 1 ആയി. ദെൻ ആ 1 ആണ് ആ സെയിം ടൈമിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകുന്നത് ഇല്ലേ. ആ 1 ഇവിടെ പോകുന്നെന്ന് പറഞ്ഞാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താവും? നമ്മൾ ഇവിടെ നെഗറ്റീവ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. 1 ഒരു ഹൈ ഇവിടെ വന്നാൽ നെഗറ്റീവ് വരുമ്പോഴേ, ലോ വരുമ്പോൾ മാത്രമേ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവത്തുള്ളൂ. 1 വരുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓഫ് ആവും. അപ്പോൾ ഇവിടുത്തെ ഈ 1 ഇത് റിസീവ് ചെയ്യത്തില്ല, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി തരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി തരുന്ന ക്യൂ ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് 0 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്പർ 1 ആയ ഡെസിമൽ കൗണ്ടറായ 1 നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. 1 ഡെസിമലിൽ 1 എന്ന് പറയുന്ന സാധനം ബൈനറിയിൽ അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് ക്യൂ ബിയിലും ക്യൂ എയിലും ആയിട്ട്. ക്യൂ ബി ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്, ദെൻ ക്യൂ എ. ഇനി അടുത്ത രണ്ടാമത്തെ ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുന്നു. സെക്കൻഡ് ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു നെഗറ്റീവ് കൊടുക്കുന്നു, ദെൻ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായി? നേരത്തെ ക്യൂ എയിലുണ്ടായിരുന്നത് 1 ആയിരുന്നു. ഇനി അപ്പോൾ ടോഗിൾ ചെയ്ത് എന്താവും? 0 ആവും അല്ലേ. ടോഗിൾ ചെയ്ത് 0 ആയി. ആ 0 ആണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലേക്ക് പാസ്സാവുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലേക്ക് ആ 0 വന്ന് കയറുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ആക്റ്റീവ് ആക്കും. സോ ക്യൂ ബിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് 0 ആയിരുന്നു, ദെൻ അത് ടോഗിൾ ചെയ്യും, ദാറ്റ് ഈസ് 1 ആവും. ഓക്കെ, ഇപ്പോൾ 0 1 നെക്സ്റ്റ് 1 0 എന്നുള്ള, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ് ഡെസിമലായ 2നെ കൗണ്ട് ചെയ്തു. 2 എന്ന് പറയുന്നത് കൗണ്ട് ചെയ്തു. ഓക്കെ, 0 ആയി, 1 ആയി, 2 ആയി. ഇനി മൂന്നാമത്തെ ക്ലോക്ക് പൾസ്, അടുത്ത മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ പോവുകയാണ്. മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പോകുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എഗെയിൻ ടോഗിൾ ചെയ്യുന്നു. ക്യൂ എ എഗെയിൻ ടോഗിൾ ആവുന്നു. ക്യൂ എയിലുണ്ടായിരുന്ന 0 ആണ്, സോ ക്യൂ എയിൽ 1 ആയി. അപ്പം നോക്കുക, ഈ 1 ആണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ക്യൂ എയിൽ 1 ആയി. ക്യൂ എയിൽ ഇതിന് എഗെയിൻ എന്തിന് കൊടുത്തു? നെഗറ്റീവ് പൾസ് കൊടുത്തപ്പോൾ ക്യൂ എയിൽ 1 ആയി. ഈ ക്യൂ എയിൽ 1 ആണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കയറി വരുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് അപ്പോൾ ആക്റ്റീവ് ആവോ? ഓഫ് ആവും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യൂ ബിയിൽ ഉണ്ടായിരുന്ന സാധനത്തിനെ അവിടെ ഹോൾഡ് ചെയ്യും. നേരത്തെ ക്യൂ ബിയിൽ ഉണ്ടായിരുന്നത് 1 ആണ്, സോ 1 തന്നെ ഹോൾഡ് ചെയ്യും. ദാറ്റ് ഈസ് 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ. നമ്മൾ നെക്സ്റ്റ് സ്റ്റേജായ 3 അവിടെ കിട്ടുന്നു. ദാറ്റ് ഈസ്
നമുക്ക് എന്ത് കിട്ടുന്നു? കൗണ്ട് ഡെസിമൽ കൗണ്ടായ 3 കൗണ്ട് ചെയ്യുന്നു. നമുക്ക് അപ് ടു 3 വരെ കൗണ്ട് ചെയ്തു. ഇനി അടുത്ത 4ാമത്തെ ക്ലോക്ക് പൾസ് നമ്മൾ 5th ക്ലോക്ക് പൾസ് കൊടുക്കുവാണ്. 5th ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. എഗെയിൻ 5th ക്ലോക്ക് പൾസ് കൊടുത്തു. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്ക് എന്ത് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് എ 1 എന്നുള്ളത് 0യിലേക്ക് ചേഞ്ച് ചെയ്യും. ഈ 0 ആണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താവും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നേരത്തെ 1 ആണ് ഉണ്ടായിരുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ആക്റ്റീവ് ആക്കും. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നേരത്തെ 1 ആണ് ഉണ്ടായിരുന്നത്. സോ എഗെയിൻ അത് 0 ആവും. അപ്പോൾ നമ്മുടെ 4ാമത്തെ സ്റ്റേജായി. ദെൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡെസിമൽ കൗണ്ട് എന്തിലേക്ക് പോകും? എഗെയിൻ 0യിലേക്ക് ഡെസിമൽ കൗണ്ടിലേക്ക് പോകും. പിന്നെ 5th കേസിൽ എഗെയിൻ 0 1 ആണ് നടത്തുന്നത്. 0 1 എന്ന് പറയുന്നത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലും ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിലും വരും. ദെൻ അത് 5th സ്റ്റേറ്റ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമുക്കിവിടെ 1 കിട്ടും. അങ്ങനെ 2 3 4 0 1 1 0 അടുത്ത ക്ലോക്ക് പൾസ് ആകുമ്പോൾ 1 0 അടുത്ത ക്ലോക്ക് പൾസ് ആകുമ്പോൾ 1 1 ഇങ്ങനെ അത് കൗണ്ട് ചെയ്ത് പോവും. അപ്പോൾ ഒരു 2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടറാണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്തുള്ള ചേഞ്ചസ് നെഗറ്റീവ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് നെഗറ്റീവ് പൾസ് കൊടുക്കുമ്പോൾ മാത്രം ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവും. പോസിറ്റീവ് പൾസ് കൊടുക്കുമ്പോൾ ഇനാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നിൻ്റെ ഔട്ട്പുട്ടാണ് എടുത്ത് ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇൻഡിവിജ്വലി ആണ് അസിൻക്രണസ് കൗണ്ടേഴ്സിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിന് ക്ലോക്ക് സിഗ്നൽ കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റേജസ് പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ഇങ്ങനെ എഴുതുന്നു. അതിനനുസരിച്ച് ബൈനറി നമ്പേഴ്സ് ഇവിടെ QAയും QBയും തരുന്നത് നമ്മളിവിടെ എഴുതുന്നു. ദെൻ അതിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് നമ്പേഴ്സ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ഡെസിമൽ കൗണ്ട്സ് എഴുതുന്നു. ഓക്കെ.